നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 266 ദിവസമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചേരുന്ന ആശമാർ അവരുടെ സമരപ്പന്തൽ കഴിഞ്ഞ ദിവസം പൊളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. 1000 രൂപ ഓണറേറിയം അത് വർദ്ധിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ ഒരു സാഹചര്യത്തിലാണ് സമര രീതിയിലേക്ക് ഒരു മാറ്റം വരുത്തുക എന്ന തീരുമാനത്തിലേക്ക് ആശമാർ എത്തിയത്. 266 ദിനങ്ങൾ ചില്ലറ ദിവസങ്ങളായിരുന്നില്ല. മഴ, വെയിൽ, മഞ്ഞ്, ചൂട് എല്ലാം ഏറ്റ് ആ ഒരു വാഹനങ്ങൾ വന്നു പോകുന്ന, അതായത് നഗരത്തിലെ വാഹനങ്ങൾ എപ്പോഴും വന്നു പോകുന്ന ആ ഇടത്ത് വാഹനങ്ങളുടെ പുകയടക്കം സഹിച്ച് ഒരു ത്യാഗ സമരം തന്നെയായിരുന്നു അവർ നടത്തിയത്. പലപ്പോഴും പല രീതിയിലുള്ള സമര രീതികൾ നമ്മൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശമാർ നടത്തുന്നത് കണ്ടു. 266 ദിനങ്ങൾക്കൊടുവിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിൽ നിന്നും ആശമാർ വിടവാങ്ങുമ്പോൾ ചരിത്രം കൂടി കുറിക്കപ്പെടുകയാണ്. മുടിമുറിച്ചും നിരാഹാരം കിടന്നും റോഡ് ഉപരോധിച്ചുമൊക്കെയുള്ള ചരിത്ര സമരമുഖത്തിന് ഇനി പുതിയൊരു തലത്തിലേക്ക് ആ ഒരു സമരത്തെ മാറ്റി എന്ന ഒരു അവകാശവാദം കൂടി അവർക്ക് ഉന്നയിക്കാവുന്നതാണ്. കേരളപ്പിറവി ദിനത്തിലാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം ആശമാർ അവസാനിപ്പിച്ചത്. ആശമാരുടെ ഓണറേറിയത്തിൽ 1000 രൂപയുടെ വർധനവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സമരം അവസാനിപ്പിക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. ഓണറേറിയം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം തങ്ങളുടെ പോരാട്ടത്തിന്റെ വിജയമാണെന്ന് ആശമാർ പ്രതികരിച്ചു. 7000 രൂപയുണ്ടായിരുന്ന ഓണറേറിയത്തിലാണ് സർക്കാർ 1000 രൂപയുടെ വർധന പ്രഖ്യാപിച്ചത്. ഇതോടെ 9 മാസത്തോളം നീണ്ടുനിന്ന സമരം കൊണ്ട് ആശമാർ ലക്ഷ്യമിട്ടത് നേടിയോ? ഇനി എന്താവും ആശമാരുടെ അടുത്ത നീക്കം എന്നതടക്കമുള്ള ചോദ്യങ്ങൾ കൂടി ഉയരുന്നുണ്ട്. നമുക്ക് ആ ഒരു സമര വഴികൾ ഒന്ന് നോക്കാം. ഓണറേറിയം വർദ്ധിപ്പിക്കണം, വിരമിക്കൽ ആനുകൂല്യം വേണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശമാർ സമരവുമായി രംഗത്ത് വന്നത്. 2025 ഫെബ്രുവരി 10-നാണ്, അതായത് ഈ വർഷം ഫെബ്രുവരി 10-നാണ് സെക്രട്ടേറിയറ്റിലെ സമരപ്പന്തലിലേക്ക് ആശമാർ ഒഴുകിയെത്തിയത്. കേരള ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു സമരം. ഒരാഴ്ച ഏറിയാൽ 1 മാസത്തെ സമരം എന്ന ചിന്തയായിരുന്നു ഈ തുടക്ക സമയത്ത് അവർക്കുണ്ടായിരുന്നത്. പക്ഷേ അവരുടെ സമരം അവിടെ ഒന്നും അവസാനിച്ചില്ല. കോവിഡ് കാലത്ത് മരണത്തെ മുഖാമുഖം നേരിട്ട് കണ്ട് പ്രവർത്തിച്ച ആശമാരുടെ സങ്കടങ്ങൾ അതവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. സമൂഹം അവരുടെ സങ്കടത്തിനോടൊപ്പം ചേർന്നു. ആശമാരുടെ ആവശ്യം ന്യായമാണ് എന്ന പൊതുവികാരം ശക്തമായി. 7000 രൂപയായിരുന്ന ഓണറേറിയം 21,000 രൂപയാക്കി ഉയർത്തണം. 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യമായി അനുവദിക്കണം. സമയബന്ധിതമായി വേതനം നൽകണം. ആശാ വർക്കർമാരെ ഔദ്യോഗികമായി തൊഴിലാളികളായി അംഗീകരിക്കണം. അങ്ങനെ നിരവധി ആവശ്യങ്ങൾ അവർ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. LDF സർക്കാർ നേരിട്ട ഏറ്റവും ശക്തമായ സ്ത്രീ സമരമായിരുന്നു ആശമാരുടേത്. അതായത് സ്ത്രീപക്ഷ സർക്കാർ എന്ന് അവകാശപ്പെടുന്ന സർക്കാരിന്റെ മേൽ ചോദ്യങ്ങൾ ഉയർത്തി വിരൽ ചൂണ്ടി ഒരുപാട് സ്ത്രീകൾ ഒരുപാട് ദിവസം സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരവുമായി കിടക്കുന്ന അവസ്ഥ. ഇടതുപക്ഷ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയ നിരവധി രാവുകൾ, പകലുകൾ. അവകാശങ്ങൾ നേടാതെ പിന്മാറില്ല, പിന്നോട്ടു പോകില്ല എന്ന മുദ്രാവാക്യങ്ങളുമായി അവർ ശക്തമായി തന്നെ അവരുടെ സമര രീതികൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു അനുദിനം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും ആശമാർ സർക്കാരിനെതിരെ പ്രവർത്തിച്ചു. നിരാഹാരം, മുടിമുറിക്കൽ, സമരയാത്ര, മഹാറാലി, അങ്ങനെ പോരാട്ടത്തിന്റെ ഒരുപാട് ദിനരാത്രങ്ങൾ. സമരപ്പന്തലിലേക്ക് ദിവസവും വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശമാർ ഒഴുകിയെത്തി. 14 ജില്ലകളിൽ നിന്നുള്ള ആശമാർ സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് എത്തി. സമരം തുടങ്ങിയതിനു പിന്നാലെ ആശമാർ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വീട്ടിലും ഓഫീസിലും പോയി കണ്ട് അവരുടെ ആവശ്യങ്ങൾ മന്ത്രിയോട് വ്യക്തമാക്കുകയും ചെയ്തു. സമരം കടുത്തതോടെ മന്ത്രിയുടെ ഓഫീസിൽ ചർച്ചകൾ. പക്ഷേ ഒരു തീരുമാനവുമാകാതെ ചർച്ചകൾ അവസാനിക്കുന്ന കാഴ്ച അവരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചു. എന്തൊക്കെ സംഭവിച്ചാലും അവകാശങ്ങൾ നേടിയെടുക്കും വരെ സമരം തുടരുമെന്ന് ആശമാർ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. ആദ്യം കുടുംബ സംഗമം, പിന്നാലെ തലസ്ഥാനത്ത് മഹാസംഗമം. ഓരോ ദിനവും സമരം കൂടുതൽ ശ്രദ്ധ നേടി. മാർച്ച് മാസത്തിൽ നിയമസഭാ മാർച്ചും സെക്രട്ടേറിയറ്റ് ഉപരോധവും വനിതാ സംഗമവും എല്ലാം തലസ്ഥാന നഗരി കണ്ടു. ഒരു വശത്ത് ചർച്ചകൾ നടക്കുന്നു, തീരുമാനം എങ്ങുമെത്താതെ അവസാനിക്കുന്നു. പതിയെ ആശമാർ പിന്നീട് സമരമുറ മാറ്റുന്ന സാഹചര്യം. നിരാഹാര സമരത്തിലേക്ക് കാര്യങ്ങൾ കടന്നു. കൂട്ട ഉപവാസം, വലിയ ജനപങ്കാളിത്തത്തോടെയുള്ള മുടിമുറിക്കൽ, ഈ സമരത്തിനെല്ലാം നഗരം സാക്ഷിയായി. മാർച്ച് 20-ന് തുടങ്ങിയ നിരാഹാര സമരം മെയ് 1-നാണ് ആശമാർ അവസാനിപ്പിക്കുന്നത്. നിരാഹാര സമരത്തിനിടെ പലരും ആശുപത്രിയിലായി. പലരെ ആ സമരപ്പന്തലിൽ നിന്നും ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായി. മെയ് 5-ാം തീയതി ആശമാർ രാപ്പകൽ സമരയാത്ര തുടങ്ങി. കാസർഗോഡ് നിന്ന് തുടങ്ങിയ യാത്ര ജൂൺ 18-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവസാനിച്ചു. ജില്ലകൾ തോറും മികച്ച സ്വീകാര്യത ആശമാരുടെ സമരത്തിന് കിട്ടി. സമരപ്പന്തലിന് മുന്നിൽ പൊങ്കാലയിട്ടു, ഓണത്തിന് പ്രതിഷേധ പൂക്കളമിട്ടു. അവരുടെ ഓണാഘോഷം, വിഷു, ദീപാവലി, അതുപോലെ തന്നെ അത്തരത്തിലുള്ള പൊങ്കാല എല്ലാം ആ സമരപ്പന്തലിന് മുന്നിലായി.
ഒരു വശത്ത് സന്തോഷത്തോടെ ആഘോഷങ്ങളെല്ലാം കേരള ജനത ആഘോഷിക്കുമ്പോൾ മറുവശത്ത് പ്രതിഷേധത്തോടെ അവരും ആഘോഷങ്ങൾ ആഘോഷിച്ച് പ്രതിരോധം തീർത്തു. വിവിധ സമരമാർഗങ്ങൾ ഈ 9 മാസക്കാലം ആശമാർ സ്വീകരിച്ചു. പ്രതിഷേധ സദസ്സുകൾ, സമരവേദിയിൽ തയ്യൽ പരിശീലനം, NHM ഓഫീസ് മാർച്ച്, ക്ലിഫ് ഹൗസ് മാർച്ച് എന്നിവയെല്ലാം നടന്നു. തങ്ങളുടെ സമരത്തിന് നേരെയുള്ള പോലീസ് അതിക്രമങ്ങൾക്കെതിരെയും ആശമാർ ഒറ്റക്കെട്ടായി നിന്ന് പോരാടി പൊരുതി. കരിദിനാചരണം നടത്തി. പോലീസ് വാഹനങ്ങൾക്ക് മുന്നിൽ കിടന്ന് മുദ്രാവാക്യങ്ങൾ വിളിച്ചു. പ്രതിരോധങ്ങൾ ശക്തമായിരുന്നു. പെൺസമരത്തിന് മുന്നിൽ പലപ്പോഴും പോലീസിന് പിടിച്ചു നിൽക്കാനാവാത്ത കാഴ്ചകൾ കാണേണ്ടി വന്നു. സമരകാലത്തിൽ നിരവധി നേതാക്കളുടെ അധിക്ഷേപ പരാമർശങ്ങൾക്ക് ആശമാർ ഇരയായി എന്നതും ശ്രദ്ധേയം. പ്രത്യേകിച്ച് LDF നേതാക്കന്മാർ പലപ്പോഴും അവരെ കളിയാക്കുന്ന തരത്തിലേക്ക് ഒരു പ്രതികരണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. ഇതിനിടയിലാണ് ഈ സമരപന്തലിലേക്ക് നിരവധി നേതാക്കന്മാർ എത്തുന്നത്. പ്രത്യേകിച്ച് സുരേഷ് ഗോപി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അതുപോലെ തന്നെ പല നേതാക്കളും അവിടേക്ക് എത്തി. ആശമാരുടെ സമരം ഓരോ ദിവസവും ശക്തമാകുന്ന സമയത്തായിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മഴയത്ത് കുട പിടിച്ച് അവർക്ക് കുടയെല്ലാം നൽകി അദ്ദേഹം എത്തിയത്. സമൂഹത്തിന്റെ പല കോണിൽ നിന്നും പിന്തുണയെത്തി. സെലിബ്രിറ്റികളുടെ സാന്നിധ്യവും സമരപ്പന്തലിൽ ഉണ്ടായി. പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരിനെതിരെയുള്ള ആശമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പലതവണ സമരപ്പന്തലിലെത്തി. UDF അധികാരത്തിലെത്തിയാൽ ആദ്യം ഒപ്പിടുന്നത് ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാനുള്ള ഉത്തരവായിരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ വാഗ്ദാനം. നിറഞ്ഞ കയ്യടിയോടെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ആ വാക്കുകൾ ആശമാർ ഏറ്റെടുത്തത്. സമരപ്പന്തലിലെത്തിയ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾ സർക്കാരിനെതിരെയുള്ള വലിയ ആയുധമാക്കി ഈ സമരത്തെ പ്രയോഗിച്ചു. സർക്കാരിനെതിരെ വിമർശന ശരങ്ങൾ എയ്തു. പക്ഷേ നേതാക്കളിലൂടെയും അണികളിലൂടെയും കൃത്യമായ മറുപടി പ്രതിരോധവും സർക്കാരും തീർക്കുന്നുണ്ടായിരുന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പലതവണ ആശമാർക്ക് പിന്തുണയുമായി എത്തി. ഇതിനെയെല്ലാം LDF നേതാക്കന്മാരൊക്കെ അധിക്ഷേപിക്കുന്ന സാഹചര്യമുണ്ടായി. മന്ത്രി വീണ ജോർജിനെയും സുരേഷ് ഗോപി രൂക്ഷമായി വിമർശിക്കുകയുണ്ടായി. മഴക്കാലത്ത് ആശമാരുടെ പന്തലിലെത്തി സുരേഷ് ഗോപി റെയിൻകോട്ടും കുടയും സമ്മാനിച്ചു. സുരേഷ് ഗോപിക്കുള്ള മറുപടി ഒട്ടും വൈകാതെ തന്നെ പിന്നാലെ എത്തി. സുരേഷ് ഗോപി കുടയും റെയിൻകോട്ടും കൊടുത്തത് കൊണ്ടൊന്നും ആശാ വർക്കർമാർക്ക് ആനുകൂല്യങ്ങൾ കിട്ടില്ലെന്ന് മന്ത്രി V ശിവൻകുട്ടിയുടെ പ്രതികരണം. BJPയുടെ പ്രാദേശിക ജനപ്രതിനിധികൾ സമരത്തിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നും ശിവൻകുട്ടിയുടെ കുറ്റപ്പെടുത്തൽ. സുരേഷ് ഗോപി സമരവേദി സന്ദർശിക്കുന്നതല്ലാതെ ഗുണമൊന്നും ഉണ്ടാകുന്നില്ലെന്ന പൊതുവികാരം ആശമാർക്കിടയിലും ശക്തമായി. സുരേഷ് ഗോപി പലതവണ സമരപന്തൽ സന്ദർശിച്ചിട്ടുണ്ടെന്നും ഇനി ഉത്തരവുമായി വരണമെന്നാണ് തങ്ങളുടെ ആഗ്രഹമെന്നും സമരസമിതി വ്യക്തമാക്കി. ഇതിനിടയിൽ സമരം പൊളിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമായിരുന്നു. പ്രത്യേകിച്ച് ടാർപോളിൻ കിട്ടിയതൊക്കെ അഴിച്ചുമാറ്റുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും മഴ കൊണ്ടിട്ടാണെങ്കിലും തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതുവരെ ഇവിടെ നിന്ന് മാറില്ല എന്ന ഒരു ദൃഢനിശ്ചയത്തിലായിരുന്നു ആശമാർ. ദിനംപ്രതി ശക്തമായിക്കൊണ്ടിരുന്ന ആശാ സമരത്തെ പ്രതിരോധിക്കാൻ സർക്കാർ തലത്തിൽ നടപടികളുണ്ടായി. നിരവധി ചർച്ചകൾ നടന്നു. ഒന്നും ഫലം കണ്ടില്ല. സെക്രട്ടേറിയറ്റ് പരിസരം പലതവണ നിശ്ചലമായി. പ്രത്യേകിച്ച് സമരം നടക്കുന്ന ദിനങ്ങളിൽ നിർബന്ധിത മീറ്റിംഗുകൾ വെച്ചു. പക്ഷേ ആശമാർ അതിനൊന്നും വഴങ്ങിയില്ല. ഒരു ഘട്ടത്തിൽ സമരത്തോട് വഴങ്ങുന്ന സമീപനം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി. വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായി. സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരുമായി സംസ്ഥാന സർക്കാർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. ഇതോടെ ആശമാർ സമരം കടുപ്പിക്കുകയായിരുന്നു. ഡൽഹിയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തി തിരിച്ചു വന്നതിന് പിന്നാലെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശമാരെ ചർച്ചയ്ക്ക് വിളിച്ചത്. പക്ഷേ ഫലമുണ്ടായില്ല. പിന്നാലെ ആശമാരുടെ പ്രശ്നം പഠിക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ ഒരു ഉന്നതതല സമിതിയെ രൂപീകരിച്ചു. വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ ഹരിത V കുമാർ ചെയർപേഴ്സണായ സമിതിയിൽ 5 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ആശമാരുടെ സമരത്തിന് പിന്നാലെ ആരോഗ്യമന്ത്രി വിളിച്ച ചർച്ചയിലായിരുന്നു വിഷയം പഠിക്കാൻ സമിതിയെ വെക്കാമെന്ന നിർദ്ദേശം വെച്ചത്. സമരം തുടങ്ങി 38 ദിവസത്തിന് ശേഷമാണ് സർക്കാർ സമിതിയെ നിയോഗിച്ചത്. സേവന കാലാവധി കണക്കാക്കി ചെറിയൊരു വർധനമാണ് സർക്കാർ നിയോഗിച്ച സമിതി ശുപാർശ ചെയ്തത്. 10 വർഷം പൂർത്തിയാക്കിയ ആശമാർക്ക് 1500 രൂപയും പൂർത്തിയാക്കാത്ത ആശമാർക്ക് 1000 രൂപയും വർദ്ധിപ്പിക്കാനായിരുന്നു ശുപാർശ. ഏറ്റവും ഒടുവിൽ ക്ലിഫ് ഹൗസിലേക്ക് ആശമാർ സമരം നടത്തി. പക്ഷേ ആ ഒരു സമരം വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് നയിക്കപ്പെടുന്ന പോലീസും ആശാപ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന തരത്തിലേക്ക് നയിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. അതിനുശേഷം താരങ്ങൾക്ക് ആശാപ്രവർത്തകർ കത്തയച്ചു. അതായത് മോഹൻലാൽ, മമ്മൂട്ടി, കമൽഹാസൻ എന്നീ താരങ്ങൾക്ക് ആശമാർ കത്തെഴുതുന്ന സംഭവം ഉണ്ടായി. 3 താരങ്ങളെയും പരിപാടിയിൽ സർക്കാർ ക്ഷണിച്ചത്, അതായത് അതിദാരിദ്ര്യമുക്തമെന്ന് കേരളത്തെ പ്രഖ്യാപിക്കുന്ന പരിപാടിയിലേക്ക് സർക്കാർ ക്ഷണിച്ച സാഹചര്യത്തിലായിരുന്നു ഈ 3 പേർക്ക് ആശമാർ കത്തെഴുതിയത്. ഈ പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് ഇവരോട് ആശമാർ അഭ്യർത്ഥിച്ചിരുന്നു. സെക്രട്ടറിന് മുന്നിൽ ആശമാരെ വന്ന് കാണണമെന്നും 3 നേരം ഭക്ഷണം കഴിക്കാനില്ലാത്ത കടക്കണിയിൽ കുടുങ്ങിയ അതിദരിദ്രനാണ് തങ്ങളെന്നും കത്തിലുണ്ടായിരുന്നു. സർക്കാരിന്റെ പരിപാടിയിൽ പങ്കെടുത്താൽ വലിയ നുണയുടെ പ്രചാരകരായി താരങ്ങൾ മാറുമെന്നും പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ആശാപ്രവർത്തകർ ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും
അതിന് പിന്നാലെ CITUവിൻ്റെ ക്രെഡിറ്റ് എടുക്കൽ മത്സരം വരുന്നു. അതായത് മുഖ്യമന്ത്രി 1000 രൂപ ഓണറേറിയം വർദ്ധിപ്പിച്ചതിന് പിന്നാലെ തന്നെ CITU ക്രെഡിറ്റ് എടുക്കാൻ വന്നിരുന്നു. എന്തായാലും എല്ലാ സാഹചര്യങ്ങളും ഇത്തരത്തിൽ നിൽക്കവെയാണ് അവർ സമരം അവസാനിപ്പിച്ചത്. സെക്രട്ടേറിയറ്റ് പടിക്കലെ സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ജില്ലാതലത്തിലുള്ള സമര രീതികൾ ഇനിയും ആവശ്യങ്ങൾ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. സമര രീതികൾ തുടരും. എന്തായാലും ആശമാരുടെ സമരം ചരിത്രലിപികളാൽ കുറിക്കപ്പെട്ടിരിക്കുകയാണ്. അതായത് ഇടതുപക്ഷത്തെ വിറപ്പിച്ച പെണ്ണുങ്ങളുടെ സമരം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.